അപ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് ആയുധപ്പയറ്റൊന്നും പഠിപ്പിക്കില്ല. ആദ്യം തന്നെ വാളോ പരിചയോ അല്ലെങ്കിൽ വടിയോ ഒന്നും കൊടുക്കില്ല. കളരിപ്പയറ്റിലെ അടുത്ത ഘട്ടം കോൽത്താരി പയറ്റ് എന്നാണ് പറയുക. അതായത് കോലുകൾ കൊണ്ടുള്ള പയറ്റ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അങ്കത്താരി എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗം. ആ അങ്കത്താരി പയറ്റിലെ അവസാനത്തെ ഭാഗമാണ് മറപിടിച്ച് കുന്തപ്പയറ്റ്. ഇപ്പോൾ ആയുധം ധരിച്ചിട്ട് വരുന്ന ഒരു പ്രതിയോഗിയെ പോലും നേരിടാനുള്ള ഉപായങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഈ പത്മശ്രീ നാഷണൽ അവാർഡാണല്ലോ, അത് കളരിപ്പയറ്റിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കളരീൻ്റെ ഭാവി ഉണ്ട്. കാരണം ഇത്ര കാലം അതിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടം വൈദേശിക ഭരണകാലമായിരുന്നു. 2018 ഒരു കളരിപ്പയറ്റ് ഡിപ്ലോമ കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി. ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത്. അത് എൻ്റെ ശിഷ്യൻ അതിനെ പ്രാക്ടിക്കൽസൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ക്ലാസ് നടത്തി. പക്ഷേ ആ ഒരു കൊല്ലം കൊണ്ട് അവർ നിർത്തിയത് യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടാണ് നിർത്തിയത് എനിക്കറിയില്ല. ഇപ്പോൾ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന അതിനൊരു സിലബസ് ഉണ്ട്. വളരെ കൃത്യമായി ശാസ്ത്രീയമായി നിബന്ധിച്ച ഒരു സിലബസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പഠിക്കാൻ തുടങ്ങേണ്ടത് 7 വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ അന്നേരമായിരിക്കും ഒരു ആൺകുട്ടിയുടെയോ പെൺകുട്ടിയുടെയോ അവയവങ്ങളൊക്കെ ഏകദേശം ഒരു വളർച്ച മുറ്റി എത്തുന്ന ആ കാലഘട്ടം. നന്ന ടെൻഡറുമല്ല, വല്ലാതെ മെച്ചുറായിട്ടുമില്ല ആ ഒരു കാലഘട്ടം. ഏറ്റവും കൂടുതൽ ദേഹത്തിന് ചലിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അതാണ്. ആ സമയത്ത് ഈ കുട്ടികളെ കണ്ടെത്തണം. അവരാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ പഠിപ്പിന് തന്നെ വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പഠിക്കുന്നത് ആയുധപ്പയറ്റൊന്നും പഠിപ്പിക്കില്ല. ആദ്യം തന്നെ വാളോ പരിചയോ അല്ലെങ്കിൽ വടിയോ ഒന്നും കൊടുക്കില്ല. ആദ്യം തന്നെ ആ ദേഹത്തിനെ ഒന്ന് സജ്ജമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മെയ്പ്പയറ്റ് എന്ന് പറയുന്ന പഠിപ്പാണ് ആദ്യം വരുന്നത്. മെയ്യറപ്പുകൾ. മെയ്പ്പയറ്റ് എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ആ ചലനക്ഷമത, ദേഹത്തിൻ്റെ സന്തുലിതാവസ്ഥ, ചാടാനും മറിയാനൊക്കെയുള്ള കഴിവ്, ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് വ്യായാമ പദ്ധതികളാണ് ഈ മെയ്പ്പയറ്റിലുള്ളത്. അത് അറപ്പുകളായിട്ട് അങ്ങനെ തിരിച്ചിരിക്കും. ആദ്യം വെറുതെ കാലുകളൊക്കെ പൊന്തിച്ചിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റ് നീളമുള്ള ചില ഒരു കമ്പൈൻഡ് എക്സസൈസസ്, ഇപ്പോൾ കൊറിയോഗ്രാഫി ചെയ്ത എക്സസൈസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും. അത്തരത്തിലുള്ള എക്സസൈസസാണ് ഈ മെയ്പ്പയറ്റിൽ എടുപ്പിക്കുന്നത്. അപ്പോൾ ആ മെയ്പ്പയറ്റ് എടുത്ത് കുറച്ച് അതിലൊക്കെ ഒരു പ്രാവീണ്യം വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ നെക്സ്റ്റ് അടുത്ത ഘട്ടം പഠിപ്പിക്കാൻ തുടങ്ങും. കളരിപ്പയറ്റിലെ അടുത്ത ഘട്ടം കോൽത്താരി പയറ്റ് എന്നാണ് പറയുക. അതായത് കോലുകൾ കൊണ്ടുള്ള പയറ്റ്. വടികൾ, മരത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ടുള്ള പയറ്റാണ്. അത് നീണ്ട വടിയുണ്ട്. അത് സാധാരണ ചൂരലായിരിക്കും, നീണ്ട വടി, അവനവൻ്റെ അത്ര തന്നെ നീളമുള്ള വടികൾ. പിന്നെ ചെറുവടികൾ, ഒരു 3 ചാൺ നീളമുള്ള മുച്ചാൺ എന്ന് പറയുന്ന ചെറുവടി, അതിനെ കൊണ്ടുള്ള പയറ്റ്. പിന്നെ വളഞ്ഞ ഒരു ആയുധമുണ്ട്, ഒറ്റ എന്നാണ് അതിന് പറയാം, അതുകൊണ്ടുള്ള ഒരു മുന്തിയ പയറ്റ്. അങ്ങനെ 3 തരം പയറ്റുകളാണ് ഈ വടിപ്പയറ്റിലുള്ളത്. അത് പല തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ അതും അറപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നീണ്ട വടികൾ കൊണ്ടാണ് പയറ്റാൻ തുടങ്ങുക. അത് കുറച്ചാവുന്ന സമയത്ത് ചെറുവടി ഉണ്ടാവും, അത് കുറച്ചാവുന്ന സമയത്ത് ഒറ്റ, പിന്നെ ഇത് 3ഉം കൂടി പഠിക്കും. അങ്ങനെ അതിൽ ഒരു കുറച്ച് പരിചയം കിട്ടി വന്നു. ഒരു അനിച്ഛാപ്രവർത്തനം, റിഫ്ലക്സസ് എന്ന് പറയുന്നില്ലേ, അനിച്ഛാപ്രവർത്തന സാമർഥ്യം വർദ്ധിച്ചു. എതിരാളിനെ നേരിടാനുള്ളൊരു ധൈര്യം വന്നു. ആയുധങ്ങൾ കൊണ്ട് അടിക്കാനും തടുക്കാനും ഒക്കെയുള്ള കഴിവ് നേടി. കുറച്ച് നേടിക്കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്താണ് ഇതിൻ്റെ 3ാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ അങ്കത്താരി എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗം, അങ്കത്താരി. അത് വാള്, പരിച, കുന്തം, ഉറുമി, കഠാരം എന്നൊക്കെ പറയുന്ന ഈ ലോഹായുധങ്ങൾ കൊണ്ടുള്ള പയറ്റ്. അതിൽ വാൾപ്പയറ്റ് വരും, വാളും പരിചയം കൊണ്ടുള്ള തമ്മിലുള്ള പയറ്റ് വരും. പിന്നെ ഒറ്റക്ക് മാത്രം ചെയ്യുന്ന വാൾ വലി എന്ന് പറയുന്ന പ്രയോഗം, ഒരു ഇമാജിനറി ഒപ്പോണൻറ്റ്, ഒരു സാങ്കല്പിക എതിരാളിയെ വെച്ചിട്ട് അയാളോട് ഫൈറ്റ് ചെയ്യുന്ന വിധത്തിലും അയാളുടെ പ്രയോഗങ്ങൾ തടുക്കുന്ന വിധത്തിലും ഒക്കെയുള്ള വാൾ വലി പ്രയോഗങ്ങൾ ഒറ്റക്ക് ചെയ്യുന്നത്. അതുപോലെ വടി വീശലുകൾ ഉണ്ട്. പിന്നെ 2 ആൾ കൂടി ചെയ്യുന്ന വടിപ്രയോഗങ്ങൾ. ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് വരുന്ന അതാണ് വാൾ
വാളുകൊണ്ട് ഇതൊക്കെ ചെയ്യും. വാളുകൊണ്ടും കഠാരം കൊണ്ടും ഒക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ അങ്കത്താരി പയറ്റിലെ അവസാനത്തെ ഭാഗമാണ് മറപിടിച്ച് കുന്തപ്പയറ്റ്. അതാണ് കളരിപ്പയറ്റിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു പയറ്റ്. മറപിടിച്ച് കുന്തം എന്നുവെച്ചാൽ ഒരാൾ വാളും പരിചയെടുക്കും, മറ്റേ ആൾ കുന്തം എടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പയറ്റുണ്ട് അതിലാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കളരിപ്പയറ്റിൻ്റെ ഒരു തത്വചിന്ത അല്ലെങ്കിൽ ഫിലോസഫി പോലും അതിൽ നിബന്ധിച്ചിട്ടുണ്ട്. മറ്റ് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഒരു ആയുധ സദാചാരത്തിലൊക്കെ ഊന്നിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഇതിൽ രണ്ടാൾ തമ്മിൽ പയറ്റുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്നത് ഒരാൾ മുൻകോൽ, മറ്റേ ആൾ പിൻകോൽ. മുൻകോൽ നിൽക്കുന്നത് ഗുരുനാഥനാണ്, പിൻകോൽ നിൽക്കുന്നതാണ് ശിഷ്യൻ. അപ്പോൾ ഈ വായ്ത്താരികൾ മുഴുവൻ മുൻകോലുകാരനാണ് പറയേണ്ടത്. ആദ്യം പറഞ്ഞിട്ടാണ് പയറ്റുക, പിന്നെ പറയാണ്ട് തന്നെ പയറ്റും. അപ്പോൾ അത് മുഴുവൻ ഈ പിൻകോലുകാരനുള്ള നിർദ്ദേശങ്ങളാണ് ഈ വായ്ത്താരികൾ മുഴുവൻ കളരിപ്പയറ്റിൽ. എല്ലാം അങ്ങനെയാണ്. പിൻകോലുകാരനുള്ള, അതായത് ശിഷ്യനുള്ള നിർദ്ദേശങ്ങൾ, കയറി അടിക്കണം, തടുക്കണം എന്നൊക്കെ പറയുന്ന നിർദ്ദേശം. അപ്പോൾ ഇതിൽ അവസാനത്തെ പയറ്റായ ഈ ഞാൻ പറഞ്ഞ മറപിടിച്ച് കുന്തപ്പയറ്റിലെത്തുമ്പോൾ മറ്റ് എല്ലാ പയറ്റിലും ഒരേപോലെയുള്ള ആയുധങ്ങളാണ് രണ്ടാളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഈ ശിഷ്യനെ പഠിപ്പിക്കുന്നത്, പിൻകോലുകാരനെ പഠിപ്പിക്കുന്നത് പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള ചലനങ്ങളാണ്. തടുക്കാനാണ് പഠിപ്പിക്കുക, അറ്റാക്ക് ചെയ്യാനല്ല പഠിപ്പിക്കുക. പക്ഷേ ഈ മറപിടിച്ച് കുന്തപ്പയറ്റിലെത്തുമ്പോൾ മെച്ചപ്പെട്ട ആയുധമായ ഈ കുന്തം ശിഷ്യനാണ് കൊടുക്കുന്നത്. നമ്മളെ ഭാരതീയ ഈ ധനുർവേദ വിധിപ്രകാരം കുന്തമാണ് മെച്ചപ്പെട്ട ആയുധം. ഈ വാളും പരിചയം അതിൽ അധമമായിട്ടുള്ള ആയുധമാണ്. അപ്പോൾ ഇതിൽ ശിഷ്യന് മെച്ചപ്പെട്ട ആയുധം പോലും നൽകി ഈ സ്വയം തോൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഗുരുനാഥനെയാണ് ആ പയറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ പയറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്തും അത് മനസ്സിലാവും, കുന്തം എടുത്തവനാണ് മെച്ചം എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ ഒരു അൾട്ടിമേറ്റ് അവസാനത്തെ നിലയിൽ ഈ ശിഷ്യൻ ഗുരുസ്ഥാനീയനായി, അല്ലെങ്കിൽ അയാൾക്ക് ആക്രമിക്കാനുള്ള കഴിവ് നേടി, അല്ലെങ്കിൽ ആ മാനസികമായിട്ട് തന്നെ വെറുതെ ആക്രമിക്കില്ല, വേണ്ട സമയത്തെ ആക്രമിക്കുള്ളൂ എന്നുള്ള ആ ഒരു മെച്യൂരിറ്റി നേടി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു ഗുരുനാഥനെയാണ് അവിടെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കളരിപ്പയറ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫിലോസഫി ഉള്ളത് ഈ മറപിടിച്ച് കുന്തപ്പയറ്റിലാണ്. അതും കഴിഞ്ഞാൽ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വെറുങ്കൈ പ്രയോഗമാണ്. ആയുധങ്ങളില്ലാണ്ട് തന്നെ ഒരു ശത്രുവിനെ നേരിടാൻ എങ്ങനെ സാധിക്കും, അടിച്ചത് തടുക്കാൻ, ഒന്ന് തടുത്തതിന് ശേഷം അങ്ങോട്ട് പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു മർമ്മപ്രയോഗം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലോക്ക്, ഒരു പൂട്ട് ഇട്ടിട്ട് പ്രതിയോഗിനെ നിശ്ചലനാക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങൾ അതിലുണ്ട്. അതുപോലെ ചവിട്ടിക്കൊണ്ട് പ്രതിയോഗിനെ നിസ്തേജനാക്കാൻ, ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങളാണ് ഈ വെറുങ്കൈ പ്രയോഗത്തിലുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം. ആയുധം ധരിച്ചിട്ട് വരുന്ന ഒരു പ്രതിയോഗിനെ പോലും നേരിടാനുള്ള ഉപായങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ടാണ് കളരിപ്പയറ്റിൻ്റെ സിലബസ് രൂപീകരിച്ചിട്ടുള്ളത്. അത് വളരെ പരിശ്രമം ചെയ്ത് അന്നത്തെ ഒരു 5-6 കൊല്ലം മുമ്പേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ കണ്ട് നേരിട്ട് സംസാരിച്ച്, അന്ന് ഖാദർ മാങ്ങാടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു സിലബസ് ഉണ്ടാക്കിത്താൽ ഞാനത് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഒരു സിലബസ് ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം അതിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ വിഭാഗത്തിലെ ഡോക്ടർ ജോസഫ്, അദ്ദേഹമായിരുന്നു അന്ന് അതിൻ്റെ മേധാവി, അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹവും ഞാനുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തു. അതിനുശേഷം ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജസിലെയും ഫിസിക്കൽ ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് 2-3 യോഗങ്ങൾ നടത്തി. അതിൽ ഞാനും സംബന്ധിച്ചിരുന്നു. അപ്പോൾ അവരുടെ സംശയങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചു, അതിനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2018 ഒരു കളരിപ്പയറ്റ് ഡിപ്ലോമ കോഴ്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങി. ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു, കളരിപ്പയറ്റം സ്നേഹിക്കുന്നവരൊക്കെ പ്രതീക്ഷിച്ചു, നന്നായി ഇങ്ങനെ ഒരു കോഴ്സ് വന്നല്ലോ. ഈവൻ വിദേശികൾ പോലും എന്നോട് അന്വേഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് വന്ന് പഠിക്കാൻ പറ്റുമോ, എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു അതെ, അത് ഇംഗ്ലീഷ് മീഡിയം ആണ്, നിങ്ങൾക്ക് വന്ന് പഠിക്കാം, ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട്, 10 മാസമേ ഉള്ളൂ കോഴ്സ്, വന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിന് പുറത്തുള്ള മലയാളീസ് അല്ലാത്തവരും ഇൻട്രസ്റ്റ് എടുത്തിട്ട്
വരാൻ തയ്യാറായിരുന്നു. പലരും ഫോൺ വിളിച്ചിട്ടും ഒക്കെ അന്വേഷിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു കൊല്ലം ക്ലാസ്സും നടത്തി. ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ഫാക്കൽറ്റി ആയിട്ട് പോയിരുന്നത്. എൻ്റെ ശിഷ്യന് അതിൻ്റെ പ്രാക്ടിക്കൽസും ഒക്കെ കാണിച്ചു കൊടുത്ത് നല്ല വൃത്തിയായിട്ട് ക്ലാസ് നടത്തി. പക്ഷേ ആ ഒരു കൊല്ലം കൊണ്ട് അവർ നിർത്തിയത് യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടാണ് നിർത്തിയത് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന അതിൻ്റെ ഭരണാധിപന്മാരോടും യൂണിവേഴ്സിറ്റീൻ്റെ ആൾക്കാരോടൊക്കെ ഞാൻ പറയലുണ്ട്, ഇനിയത് തുടങ്ങണം ദയവ് ചെയ്തിട്ട്, നല്ലൊരു കോഴ്സാണ് എന്ന് പറയലുണ്ട്. പക്ഷേ ഇല്ല, തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ വാസ്തവത്തിൽ അങ്ങനെ തുടങ്ങേണ്ടതാണ്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ഫോക്ലോർ പഠനത്തിൻ്റെ ഒരു അംശം എന്നുള്ള നിലയിൽ കുറച്ച് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടു. അതും ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല, അതിൻ്റെ ചികിത്സയും അതും ഇതൊക്കെ ആയിട്ട്. എന്നാലും ഇത്ര നല്ലൊരു കോഴ്സ് ആയിരുന്നില്ല, അല്ല അത്. അപ്പോൾ എൻ്റെ നിർദ്ദേശം എന്താ വെച്ചാൽ, ശരിക്ക് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്താണ് അതിൻ്റെ ബേസ്. അവിടെ ഒരു കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തെക്കൻ ചിട്ടയിലുള്ള കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ കൂടുതൽ പ്രോമിനൻസ് കൊടുത്തുകൊണ്ട് അവിടെ പഠിപ്പിക്കണം. അതേപോലെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് കടത്തനാട്ട് ഏരിയയിലുള്ള ആ പഠിപ്പ് തച്ചോളിയോധനൊക്കെ പയറ്റ്, ഗംഭീരമായ പയറ്റ്, അതിന് കൂടുതൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പയറ്റ് അവിടെ ഒരു കോഴ്സ് അവിടെ പഠിപ്പിക്കാം. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന സമയത്ത് ഇവിടെയുള്ള അറപ്പുക്കയും പയ്യന്നൂരിലുള്ള വട്ടയംതിരിപ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സിലബസ് അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്. അതും പഠിപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം നിർത്തിക്കളഞ്ഞാൽ അത് മോശമാണ്. ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് അതിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ യോഗ ഒക്കെ വളരെ വലിയ പ്രൊപ്പഗാൻഡ നടത്തിയിട്ട് കാര്യമായി ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെയുള്ളൊരു വലിയ പ്രൊപ്പഗാൻഡയൊന്നും ഇല്ലെങ്കിലും കൂടി കളരിപ്പയറ്റ് പഠിക്കാൻ ഒരുപാട് കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ആൾക്കാർക്കറിയാം ഇതൊരു നല്ല ഒരു ശാസ്ത്രീയമായിട്ടുള്ള വ്യായാമ പദ്ധതിയാണ്, ഒരു അച്ചടക്കം ഉണ്ടാകുന്നൊരു പദ്ധതിയാണ് എന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടൊരു നല്ല കളരി ഒരു ഗ്രാമത്തിൽ തുടങ്ങിയാൽ അവിടെ നിറയെ കുട്ടികളുണ്ട്, ഇപ്പോഴുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കുറച്ച് പ്രോത്സാഹനം ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ മത്സരം നടത്തുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഖേലോ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നാഷണൽ ലെവലിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ ലെവൽ സ്പോർട്സിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കളരിപ്പയറ്റ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ ജയിച്ച് വരുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ യൂണിവേഴ്സിറ്റി മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിലും ഇത്തരത്തിലുള്ള ഖേലോ ഇന്ത്യയിലും ഒക്കെ ജയിച്ച് വരുന്നവർക്ക് ഈ ഇത് ജോലി സംവരണം അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്പോർട്സ് കോട്ടയിലൊക്കെ അതിൽ ചേർന്നിട്ട് ജോലി സംവരണമുണ്ട്. പിന്നെ കോളേജിൽ അഡ്മിഷനൊക്കെ ഉള്ള സംവരണം, അതൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്രോത്സാഹനം എന്നുള്ള നില തന്നെയാണ് അത്. പിന്നെ വേറെ ഒരു പ്രോത്സാഹനം എന്നുള്ളത് സ്പോർട്സ് കോട്ടയിൽ പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ പത്മശ്രീ നാഷണൽ അവാർഡാണല്ലോ. അതിന് വേറെ ബെനിഫിറ്റ് ഒന്നും ഉണ്ടോന്നല്ല, പക്ഷേ അത് വലിയൊരു ഓണറാണ് അത്. ആ ഓണർ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ആൾക്കാർക്കാണ് അത് കിട്ടിയത്. 2015 ആദ്യം മീനാക്ഷി ഗുരുക്കൾക്ക് കൊടുത്തു. അതിനുശേഷമുള്ളൊരു കൊല്ലത്ത് ഇവിടെ ചാവക്കാട്ടെ ഗുരുക്കൾക്ക് കൊടുത്തു. 3ാമതിപ്പം എനിക്ക് തന്നു. അത് കളരിപ്പയറ്റിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഇതൊരു അംഗീകാരം, നാഷണൽ ലെവലിൽ അംഗീകാരമാണ് എന്നുള്ള ഒരു ബോധം ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരമായിട്ട് ഒരു വിചാരിക്കും. ഇപ്പോൾ പല ഗുരുക്കന്മാർ ഇപ്പോൾ കളരിപ്പയറ്റിലായാലും മറ്റുള്ള ഇപ്പോൾ കോൽക്കളിയിലായാലും തെയ്യത്തിലായാലും കഥകളിയിലായാലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കഥകളിക്കൊക്കെ പണ്ടേ കൊടുത്തിട്ടുണ്ട്, കലാമണ്ഡലം കൃഷ്ണൻ നായർക്കൊക്കെ പണ്ടേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അതിലിപ്പോൾ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ തെയ്യക്കാർക്ക് ആർക്കും കിട്ടിയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ തെയ്യം ഇതേപോലുള്ളൊരു വലിയൊരു നാടൻ കലയാണ്. അതിൽ ഒരുപാട് ആയിരക്കണക്കിന് ആർട്ടിസ്റ്റ് അതിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരൊക്കെ കൊടുക്കുന്നത് അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഒരു വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അതുപോലുള്ള നാടൻ കലകൾ പലതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അവർ ഈ സമൂഹത്തിൽ ആ ഒരു കല കൊണ്ട് കല പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അല്ല അവർ ജീവിക്കാൻ മാത്രം ചെയ്തവരാണോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഉണ്ടാവുമല്ലോ, അത് ഗവൺമെൻറ്റിനുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പരിഗണിച്ചിട്ട് ശരിക്ക് അതിനെ പ്രചാരണം നടത്തുന്നവരുണ്ട്. അതുണ്ടല്ലോ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന ഘട്ടമാണല്ലോ ഈ പ്രചാരണം. ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രചാരണം. ആ പ്രചാരണം നടത്തുന്നവർക്ക് അത് കൊടുക്കുന്നത് നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചിത്രരചനയും ഇത് കളരിപ്പയറ്റ് പോലെ തന്നെ അച്ഛൻ്റെ താല്പര്യത്തിൽ നിന്നാണ് എനിക്കും വന്നു ചേർന്നത്. ചെറുപ്പത്തിലെ അച്ഛൻ ചിത്രം വരയ്ക്കുന്നത് കാണലുണ്ട്. അപ്പോൾ അതിൽ
കുറച്ച് വലുതാവുന്ന ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളും വരക്കാൻ തുടങ്ങി. ഏട്ടനും ഞാനും ചിത്രം വരക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതി പറഞ്ഞു തന്നു. അത് ചെറിയ ചിത്രം എൻലാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അനാട്ടമി എങ്ങനെയാണ്, ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെയാണ് ഇടേണ്ടത്, ഓയിൽ പെയിൻറ്റാണ് ഉപയോഗിക്കൽ. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് അത് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ചു. ആദ്യമൊക്കെ ചില ചിത്രങ്ങൾ നോക്കി വരക്കലായിരുന്നു. പിന്നെ പിന്നെ 1-2 ഒറിജിനൽ ചിത്രങ്ങളൊക്കെ വരച്ചു. 1-2 എക്സിബിഷനൊക്കെ പങ്കെടുത്തു. അങ്ങനെ അത് പിന്നെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നെ അത് കഥകളിയിലേക്കും വന്നു ആ താല്പര്യം. അച്ഛൻ കഥകളി പാട്ടുകാരനൊന്നും ആയിരുന്നില്ല, പക്ഷേ അച്ഛന് പാട്ടിലും താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ വന്നത് ഈ കഥകളി കാണുന്ന സമയത്ത് അതിൻ്റെ സാങ്കേതികത്വം പിടികിട്ടില്ല. അതിൻ്റെ കഥ അറിഞ്ഞതുകൊണ്ട് മാത്രം ആസ്വദിക്കാൻ പറ്റുന്നില്ല. കഥ ജനറലായിട്ട് മനസ്സിലാവുന്നല്ലാതെ അതിൽ മറ്റ് ചില കലാശങ്ങൾ, കുറച്ച് നീണ്ടുപോകുന്ന രംഗങ്ങൾ, ഇതൊക്കെ എന്തിനാണ് എങ്ങനെയാണ് എന്നറിയില്ല. അങ്ങനെയാണ് കഥകളി പാട്ട് പഠിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ തളിപ്പറമ്പിലുള്ള നമ്മളെ ഒരു ബന്ധു തന്നെയായ കൃഷ്ണൻ നായർ മാഷ്, അദ്ദേഹം നല്ലൊരു കഥകളി ഗായകനായിരുന്നു. അദ്ദേഹത്തിനടുക്ക പോയിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച് അരങ്ങേറ്റം ഒക്കെ നടത്തി. പറശ്ശിനിക്കടവ് കഥകളി ട്രൂപ്പിൻ്റെ കൂടെ, പിന്നെ തളിപ്പറമ്പിലൊരു കഥകളി ട്രൂപ്പ് തുടങ്ങി അന്ന്, അതിൻ്റെ കൂടെ, പിന്നെ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന 100 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ദിവംഗതനായ ഒരു വലിയ കഥകളി നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ ഇഷ്ടപാത്രം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചില കഥകളി ചിട്ട ചെയ്തവരിപ്പോൾ അദ്ദേഹം കുട്ടമത്ത്, മഹാകവി കുട്ടമത്തിൻ്റെ ബാലഗോപാലൻ എന്ന് പറയുന്ന ആട്ടക്കഥ ചിട്ട ചെയ്ത് അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ കൂടാൻ പറ്റി. അപ്പോൾ അതൊക്കെ കൊണ്ട് അതിൻ്റെ ഒരുപാട് സാങ്കേതികത്വങ്ങൾ മനസ്സിലാക്കാനും അവരുടെ കൂടെ കേരളത്തിനും പുറത്തുമൊക്കെ സഞ്ചരിച്ച് പാടാനും ഒക്കെ സാധിച്ചു ഒരു കാലത്ത്. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലും 1-2 പ്രാവശ്യം പാടാനൊന്നും സാധിച്ചു അന്ന്. പക്ഷേ അത് ക്രമേണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ ആ പാട്ട് നിർത്തുകയാണ് ഉണ്ടായത്. പിന്നെ ചിത്രകലയും അത് തുടർന്നു. പക്ഷേ ഇപ്പോൾ അത് ചിത്രം വരക്കലില്ല. പിന്നെ കളരിപ്പയറ്റിൽ മാത്രം പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ. അച്ഛനാണ് കളരിപ്പയറ്റിനെ പറ്റി ആദ്യത്തെ അച്ചടി പുസ്തകം എഴുതിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായ്ത്താരികൾ വാമൊഴിയായിട്ട് മാത്രം പ്രചരിച്ചിരുന്നതാണ്. അതുകൊണ്ട് അതിന് ഒരുപാട് പാഠഭേദങ്ങൾ വരും. പിന്നെ വിദ്യാഭ്യാസമില്ലാത്ത ഗുരുക്കന്മാർ, ഇപ്പോൾ മറ്റ് വിദ്യാഭ്യാസമില്ല, കളരിപ്പയറ്റ് നല്ലോണം അറിയാം. അതുകൊണ്ട് ഈ വാക്കുകൾ തെറ്റി ഉപയോഗിക്കും, പലരും അർത്ഥം മനസ്സിലാക്കാണ്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് ഈ അപചയം വന്ന ഒരു ഭാഷാ സഞ്ചയമായി മാറിയിട്ടുണ്ടായിരുന്നു ഈ വായ്ത്താരികൾ. അതുകൊണ്ട് അച്ഛൻ അത് 1935-ലോ 37-ലോ മറ്റാണെന്ന് തോന്നുന്നു, ഈ വായ്ത്താരികൾ, മെയ്പ്പയറ്റിൻ്റെ വായ്ത്താരികൾ മാത്രം ശുദ്ധപാഠം പ്രസിദ്ധീകരിച്ചു. അച്ചടിച്ച് ആദ്യമായിട്ട് വന്ന കളരിപ്പയറ്റിൻ്റെ പുസ്തകം അതായിരുന്നു. അതിനുശേഷം അച്ഛൻ മദ്രാസ് YMCA കോളേജിൽ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോളേജാണ്, അവിടെ കളരിപ്പയറ്റ് ഒരു പാഠ്യവിഷയമായിരുന്നു. കേരളത്തിലൊക്കെ അതിനെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ മദ്രാസിലെ YMCA കോളേജിൽ ഈ കളരിപ്പയറ്റ് ഒരു പാഠ്യവിഷയമായിരുന്നു. അവിടെയുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സ്റ്റുഡൻസാണ്. ഇന്ത്യയിലുള്ളവരും മുഴുവൻ മാത്രമല്ല, ഇന്ത്യക്ക് പുറമേ ഉള്ളവരും കൂടി അവിടെ സ്റ്റുഡൻസാണ്. അതുകൊണ്ട് അച്ഛന് മനസ്സിലായി അത് അവിടെ മറ്റ് സ്പോർട്സിന് ഒക്കെയുള്ള ഗംഭീരമായ പുസ്തകങ്ങൾ പോലെ കളരിപ്പയറ്റിന് ഒറ്റ പുസ്തകമില്ല എന്ന് മനസ്സിലായി. ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കുറ്റം തീർക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ 1963 ഒരു സമഗ്രമായൊരു പുസ്തകം എഴുതിയത്. അത് മലയാളത്തിലാണ് എഴുതിയത്. അത് ഈ അറപ്പ് കൈ ശൈലിയിലുള്ള, ഇവിടെയുള്ള ശൈലി ഉണ്ടല്ലോ, അച്ഛൻ പഠിച്ച ശൈലി, അതിലുള്ള എല്ലാ അടവുകളുടെയും അംശങ്ങൾ വിവരിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു ബുക്കാണിത്. എങ്ങനെ ചെയ്യാം കളരിപ്പയറ്റ് എന്നുള്ളത് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഗുരുക്കളുടെ ഒരു സഹായവും കൂടി ഉണ്ടായാൽ മതി. അതുതന്നെ അച്ഛൻ ഇംഗ്ലീഷിലും അന്ന് അവിടെ നിന്ന് എഴുതി. മലയാളം അറിയാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് നോട്ട് പോലെയാണ് അച്ഛൻ എഴുതിയത്. അത് പിന്നീട് അച്ഛൻ മരിച്ചു പോയതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠനും ഞാനും കൂടി അതൊരു പുസ്തക രൂപത്തിലായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അച്ഛനാണ് ഈ കളരിപ്പയറ്റിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ആൾ എന്ന് പറയാം. അപ്പോൾ ആ ചൂട് പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ കളരിപ്പയറ്റ് പഠിപ്പിക്കാനൊക്കെ കാര്യമായി തുടങ്ങിയ സമയത്ത് ഞാനും വിചാരിച്ചു ഇതിനെപ്പറ്റി ചെറിയ ചെറിയ പുസ്തകങ്ങൾ വേണം. അച്ഛൻ എഴുതിയ പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ കുറച്ചും കൂടി കൂടുതൽ വിവരണങ്ങളും
കുറച്ചും കൂടി കൂടുതൽ ചിത്രങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് ഈ പ്രിൻറ്റിങ് ടെക്നോളജിയൊക്കെ മാറിയല്ലോ. അപ്പോൾ കുറച്ചും കൂടി ചിത്രങ്ങൾ ചേർക്കാൻ പറ്റും, കുറച്ചും കൂടി വിവരണാത്മകമാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആക്കിയിട്ട് മെയ്പ്പയറ്റ് എന്നൊരു പുസ്തകമാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് ഫോക്ലോർ അക്കാഡമി അന്ന് പ്രസിദ്ധീകരിച്ചു, കേരള ഫോക്ലോർ അക്കാഡമി. പിന്നെ അതിനുശേഷം ഒറ്റ എന്നുള്ളൊരു പുസ്തകം എഴുതി. ഒറ്റയാണ് ഉപരിവിദ്യയാണ്. കളരിപ്പയറ്റിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൽത്താരിപ്പയറ്റിലെ ഉപരിവിദ്യയാണ് ഒറ്റ. അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതി, അത് പ്രസിദ്ധീകരിച്ചു. പിന്നെ മറപിടിച്ച് കുന്തപ്പയറ്റിനെ പറ്റി ഒരു പുസ്തകം എഴുതി, അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രസിദ്ധീകരിക്കും. പിന്നെ എൻ്റെ ട്രൂപ്പിൻ്റെ കൂടെ ഞാൻ പല ദിക്കിലും ടൂറ് പോലുണ്ട്. അപ്പോൾ പലരും ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർ ചെയ്ത പരിപാടികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പരിപാടികൾ ഇന്ത്യക്കകത്തൊക്കെ പല ദിക്കിലായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരിലും കൽക്കത്തയിലുമൊക്കെ ഈ പ്രദർശനത്തിൽ പോകും. അപ്പോൾ അത് അധികം ലെക്ചർ ഡെമോൺസ്ട്രേഷനാണ്, പ്രദർശനം മാത്രമല്ല അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കും കൂടി വേണ്ടി വരും. അപ്പോൾ നല്ലൊരു ഓഡിയൻസ് ഉണ്ടാവും, പഠിച്ചവരുടെ ഓഡിയൻസ് ഉണ്ടാവും. ചില പ്രൊഫസേഴ്സും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഉള്ള ഇവരായിരിക്കും. അവർ പലതരം ചോദ്യങ്ങൾ ചോദിക്കും, കളരിപ്പയറ്റിനെ പറ്റിയിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ ചരിത്രം, അതിൻ്റെ എല്ലാ അംശങ്ങളും ചോദിക്കും. അപ്പോൾ അത് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്ത് അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഈ കളരിപ്പയറ്റിനെ പറ്റി ഇങ്ങനെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ, ഒരു വിജ്ഞാനകോശം ഉണ്ടാവുന്നത് നല്ലതാണ്. അത് മലയാളികൾക്കും നല്ലതാണ്. മലയാളത്തിൽ തന്നെ എഴുതിയാൽ മലയാളി സ്റ്റുഡൻസിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമായിരിക്കും തോന്നി. അങ്ങനെ അതിന് ഒരു ഉദ്യുക്തനായ സമയത്താണ് അത് നമ്മുടെ സാമ്പത്തിക പരാധീനത അതിന് സമ്മതിക്കില്ല വെച്ചാൽ. കാരണം അതിൻ്റെ വിഭവശേഖരണത്തിന് വേണ്ടി കേരളം മുഴുവൻ സഞ്ചരിക്കണം. ചിലർക്ക് പൈസ കൊടുക്കേണ്ടി വരും, ഗുരുക്കന്മാരെ കണ്ട് അവരെ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സാമ്പത്തികം പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഇങ്ങനെ ഇതിനൊക്കെ ഫെലോഷിപ്പ് കിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞ് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു ഫെലോഷിപ്പിന് അപേക്ഷ കൊടുത്തു. 2 വർഷത്തെ ഫെലോഷിപ്പ്. അത് ഉടനെ പാസ്സായി കിട്ടി. അത് പാസ്സായി കിട്ടിയപ്പോൾ അതിന് വേണ്ടത്ര പൈസ ഉണ്ടതിന് 2 കൊല്ലം പണിയെടുക്കാം. അങ്ങനെയാണ് കേരളം മുഴുവൻ സഞ്ചരിച്ച് എല്ലാ ഗുരുക്കന്മാരെയും കണ്ട് ഒരുപാട് കാര്യങ്ങൾ ശേഖരിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ചില വിഷ്ണു നമ്പൂതിരിനെ പോലെയുള്ള ഫോക്ലോർ നിഘണ്ടുവൊക്കെ ഉണ്ടാക്കിയ വളരെ പരിണതപ്രജ്ഞനായ പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, ഇതിൽ കളരിപ്പയറ്റിൻ്റെ ഈ അടവുകൾ മാത്രം പോരാ, അതിനെപ്പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം, എന്നാലേ അത് വിജ്ഞാനകോശമാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കളരിപ്പയറ്റിലെ ഇപ്പോൾ ഗുരുക്കന്മാർ, മൺമറഞ്ഞ ഗുരുക്കന്മാരുടെ ജീവചരിത്രം അത് ശേഖരിച്ചു. പോയ ദിക്കുന്ന മുഴുവൻ അത് ശേഖരിച്ചു കിട്ടാവുന്നത്. പിന്നെ കളരിപ്പയറ്റ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കളരിപ്പയറ്റ് പല കലകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കലകളുടെ എല്ലാ ഡീറ്റെയിൽസും ശേഖരിച്ചു, അങ്ങനെ എഴുതി. യുദ്ധസ്മൃതികൾ അതിനെപ്പറ്റി എഴുതി, അടവുകൾ, പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തും. പിന്നെ പ്രാക്തന കളരികൾ അങ്ങനെയുണ്ടല്ലോ, ഇപ്പോൾ കരിന്തളം കളരി, അരിയിൽ കളരി ഇതൊക്കെ പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന കളരികൾ, അത് പിന്നെ നശിച്ചു പോയത്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടാവുന്നതിൻ്റെ ഫോട്ടോസ് അതൊക്കെ എടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റുന്നത്ര കളക്ട് ചെയ്തിട്ട് സമഗ്രമായ ഒരു പുസ്തകം എഴുതി. അതാണ് കളരിപ്പയറ്റ് വിജ്ഞാനകോശം. അതിപ്പം 2ാമത്തെയോ 3ാമത്തെയോ എഡിഷനായിട്ട് അത് വിറ്റ് പോകുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാക്കാൻ പറ്റിയില്ല, അത് മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. അതാണ് ഒരു പുസ്തകം കാര്യമായിട്ട് എഴുതിയത് സംഭാവന. പിന്നെ ഇതിനെല്ലാം പുറമെ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന 2 പുസ്തകങ്ങളാണ് മഹാഭാരതവും രാമായണവും. അപ്പോൾ രാമായണം വായിച്ച സമയത്ത് എനിക്ക് തോന്നി, അങ്ങനെ തോന്നാൻ പാടുണ്ടോയെന്നറിയില്ല, രാമനേക്കാളും ഒരു ഉത്തമനായ കഥാപാത്രമാണ് ഭരതൻ എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഭരതകാണ്ഡം എന്നുള്ള ഒരു ചെറിയൊരു നോവൽ അതിനെപ്പറ്റി എഴുതി. ഭരതൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ തെറ്റിദ്ധാരണകളെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഭരതൻ തന്നെ ചിന്തിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, തെറ്റിദ്ധാരണയായല്ലോ, പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ വിനയപൂർവ്വം ചിന്തിക്കുന്ന രീതിയിൽ എഴുതിയ ഒരു ചെറിയ നോവലാണ് ഇത്. അതിന് സുകുമാർ അഴീക്കോട് വളരെ ഉജ്ജ്വലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു അവതാരികയും എഴുതിയെത്തുന്നു. അത് വലിയൊരു അംഗീകാരമായി അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു 5-6 പുസ്തകങ്ങളാണ് ഞാൻ
എഴുതിയിട്ടുള്ളത്. കളരിൻ്റെ ഭാവി ഉണ്ട്. കാരണം ഇത്ര കാലവും അതിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട കാലഘട്ടം വൈദേശിക ഭരണകാലമായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചിട്ട് വന്ന ഒരു കല ഇന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ കുറച്ചൊക്കെ അതിനെ ഒരു തുറന്ന മനസ്സോടെ സമീപിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതുപോലെ ഇപ്പോൾ നശിച്ചു പോയ ചില കാര്യങ്ങൾ, ഇപ്പോൾ നശിച്ചു പോയതല്ല, ഇപ്പോൾ പൊന്നിയത്ത് കതിരൂർ ഗുരുക്കളും തച്ചോളിയതനും ഒരു അംഗം നടന്നു. അതിലാണ് തച്ചോളിയതൻ കൊല്ലപ്പെട്ടത് വെടികൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, ചരിത്ര വസ്തുതയാണ്. അപ്പോൾ അവിടെ പൊന്നിയങ്കാർ വിചാരിച്ചു ഇത് നമുക്ക് എല്ലാ കൊല്ലവും ഇതൊന്ന് പുനരവതാരം നടത്തിയാലോ, അതിൻ്റെ അംഗമല്ല പക്ഷേ അതിൻ്റെ ആ സ്മരണ പുതുക്കിയാലോ എന്ന് വെച്ചിട്ട് അവിടെ ഒരു എക്സിബിഷനും കളരിപ്പയറ്റ് പ്രദർശനവും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും ഇതൊക്കെ എല്ലാ കൊല്ലവും നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കളരിപ്പയറ്റിന് ഒരു ഉണർവ് വരുത്തുന്ന എൻ്റെ അഭിപ്രായം. അതുപോലെ പലരും ചെയ്യുന്നുണ്ട്. ചില അവാർഡുകൾ കൊടുക്കുക, ചില ഗുരുക്കന്മാരുടെ പേരിൽ അവാർഡുകൾ കൊടുക്കുക, അത് നല്ലതാണ്. പിന്നെ പൊതു ചർച്ചകൾ നടത്തുക, ഇത് നല്ലതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഇത് നിന്ന് പോയെങ്കിലും കൂടി ഇങ്ങനെയുള്ള ചില മറ്റ് കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ യൂണിവേഴ്സിറ്റിയും കൂടി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കളരിപ്പയറ്റിന് ഇനിയൊരു ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പം പഠിക്കാൻ വരുന്ന കുട്ടികളും ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ പേരൻസ്, അവരുടെ അച്ഛനമ്മമാരും അതിൽ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ കളരിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കളരിപ്പയറ്റ് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വാസം. അതെ, അത് ഏത് പഠനത്തിൻ്റെയും ഇപ്പോൾ നമ്മളെ വലിയ ബ്രോഡ് സിലബസ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ അവസാനത്തെ ഒരു അംശം ഡിസെമിനേഷൻ, അതായത് പ്രചാരണം ഉള്ള ഘട്ടമാണ്. ആദ്യത്തേതൊക്കെ അറിയാണ്ട് പഠിച്ചു, കളരിപ്പയറ്റ് എന്താണെന്ന് അറിയാണ്ട് പഠിച്ചു. എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ടത് ആചരിച്ചു, പല പ്രദർശനങ്ങളൊക്കെ നടത്തി ആചരിച്ചു. പിന്നെ അവസാന ഘട്ടം വരുന്ന സമയത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഘട്ടമുണ്ട്. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. അതിലൊരു നല്ലൊരു സംതൃപ്തി തോന്നുന്നുണ്ട്. ആ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിലാണ് ശിഷ്യന്മാരെയൊക്കെ കാണുന്നതും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും. അവരൊക്കെ വളരെ ഉത്സാഹപൂർവ്വം പഠിക്കുകയും നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നാച്ചുറലായിട്ട് തന്നെ സ്വാഭാവികമായിട്ടൊരു സന്തോഷം ഏത് മനുഷ്യനും തോന്നും. അത് എനിക്കും തോന്നുന്നുണ്ട് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അച്ഛൻ 1936 രവിവർമ്മൻ്റെ കിളിമാനൂർ പാലസിൽ പോയിട്ടുണ്ടായിരുന്നു. രവിവർമ്മ ഇല്ല, അന്ന് രാജ രവിവർമ്മ ഉണ്ടായിട്ടില്ല, അദ്ദേഹം അന്തരിച്ചു പോയിരുന്നു. പക്ഷേ അച്ഛന് ഈ ചിത്രകലയിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ചെറുക്കലിലുള്ള ചില കിളിമാനൂർ തമ്പുരാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു, അവരുടെ കൂടെ അങ്ങനെ പോയതാണ്. അപ്പോൾ പോയ സമയത്ത് അന്നത്തെ അവിടുത്തെ കാരണവർ അച്ഛനെ കുറേ ചിത്രങ്ങൾ കാണിച്ചു, പെൻസിൽ സ്കെച്ചസ്. രവിവർമ്മ വരച്ച് കുറേ പെൻസിൽ ഡ്രോയിങ്സ് കാണിച്ചിട്ട് പറഞ്ഞു ഇതിൽ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ 5-8 അച്ഛൻ എടുത്തിട്ട് കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെച്ചത് ഇന്നും നമ്മളൊരു അനർഘനിധിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ അന്ന് രവിവർമ്മയുടെ സിസ്റ്റർ മംഗളാബായി തമ്പുരാട്ടി അന്നുണ്ടായിരുന്നു. അവരും ആർട്ടിസ്റ്റായിരുന്നു. അവർ വരച്ച ഒരു ചിത്രവും ഒരു പെയിൻറ്റിങ്, ഒരു സൺസെറ്റ് സമുദ്രദൃശ്യം, അതും അച്ഛനന്ന് കൊടുത്തത് നമ്മുടെ വീട്ടിൽ അത് വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലുണ്ട രവിവർമ്മേൻ്റെയും സിസ്റ്ററിൻ്റെയും ചിത്രങ്ങൾ നമ്മളെ കൈമുള്ളത്. അച്ഛൻ പിന്നെ ഈ യഥാർത്ഥ ചിത്രങ്ങൾ വരക്കുന്നതിലായിരുന്നു അച്ഛന് താല്പര്യം. ഈ ഗ്രീക്ക് സ്റ്റാച്യൂസ് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റ് മോഡേൺ ഒരു രീതിയിലുള്ള ചിത്രരചന ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ഏട്ടനും എനിക്കും അത്തരത്തിലുള്ളൊരു ചിത്രകലയോടായിരുന്നു കൂടുതൽ താല്പര്യം അന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് വരച്ചത്. അപ്പോൾ ഇതിനിടെ വളരെ ഒരു അപൂർവമായിട്ട് ഈ രവിവർമ്മേൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളൊരു രവിവർമ്മ ആരാധകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബറോഡയിലുള്ള ഒരു സംഘം ആൾക്കാർ അവിടെ പോയിട്ട് രവിവർമ്മേനെ പറ്റി ഒന്ന് ഒരു ഒരു സ്പീച്ച് വേണമെന്ന് പറഞ്ഞു, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ. അപ്പോൾ അവിടെ എത്തിയ സമയത്താണ് എനിക്ക് അതിൻ്റെ അപകടം മനസ്സിലായത്. കാരണം അവിടെയുള്ള ബറോഡയിൽ രവിവർമ്മ പോയിട്ട് ഒരുപാട് കാലം ജീവിച്ച് മഹാരാജാവിൻ്റെ വളരെ ആപ്തനായിട്ട് അവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബറോഡയിലുള്ള ആർട്ട് സ്കൂളിൽ രവിവർമ്മേനെ പറ്റിയിട്ട് കാര്യമായ പഠനം നടത്തുന്നുണ്ട്. അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അവിടെ അവരൊക്കെ അറിയാത്ത കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാനത് വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. അതായത് രവിവർമ്മ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ
ഈ ചിത്രകല കൊണ്ട് നടന്നത്. അദ്ദേഹം വരച്ച പെയിൻറ്റിങ്സിനെ പറ്റിയല്ല പറഞ്ഞത്. അദ്ദേഹം ഒരു ശരിക്കും ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ ആരും ചിത്രകല പഠിപ്പിക്കാനില്ലാതിരുന്ന ഒരു കാലത്ത് എങ്ങനെ രവിവർമ്മ പഠിച്ചു എന്നുള്ളത്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ പലരോടും പറഞ്ഞിട്ടും ആരും പഠിപ്പിച്ചില്ല. കാരണം പഠിച്ചാൽ ഇദ്ദേഹം ഞങ്ങളെക്കാട്ടി വലിയ ആളാവും എന്ന് മനസ്സിലാക്കിയ ഗുരുനാഥന്മാർ അത് അദ്ദേഹം വേണമെങ്കിൽ കണ്ടോട്ടെ ഞങ്ങൾ വരക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു എന്നല്ലാതെ പഠിപ്പിച്ചില്ല. എന്നിട്ടും അത് കണ്ടു പഠിച്ചിട്ട് അദ്ദേഹം എക്സലൻ്റായിട്ട് വരക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യയുടെ നമ്മുടെ മൺചുമരുകളിൽ പാവപ്പെട്ടവൻ്റെ മൺചുമരുകളിൽ ഇവിടെയുള്ള ദേവീദേവന്മാരുടെയൊന്നും ചിത്രങ്ങളില്ല. അമ്പലങ്ങളിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്, അതായ നല്ല ആർട്ടായിട്ട് തന്നെയുണ്ട്, പക്ഷേ യഥാർത്ഥ ചിത്രങ്ങൾ എന്നുള്ള രീതിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് വരക്കാൻ തുടങ്ങി. അദ്ദേഹം ഗംഗാദേവീനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും കൗരവസഭേനെയും അങ്ങനെയുള്ള എല്ലാം വരക്കാൻ തുടങ്ങി അദ്ദേഹം. അങ്ങനെ വരച്ച് അത് കഴിഞ്ഞിട്ട് ഇത് പോപ്പുലറാണോ, ഒറ്റ ചിത്രം വരച്ചത് ചിലപ്പോൾ അന്ന് 3000-5000 ഉറുപ്പിക കൊടുത്തിട്ട് വാങ്ങാൻ ആർക്കും പറ്റില്ല. ഇന്നത് ചെറിയ തുകയാണ്, പക്ഷെ അന്ന് ഇന്നത്തെ കണക്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണത്. അപ്പോൾ അതൊക്കെ വലിയ രാജാക്കന്മാർക്കും വലിയ പണക്കാർക്കേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ രവിവർമ്മ മനസ്സിലാക്കി ഇതെങ്ങനെയാണ് നമുക്ക് പ്രചരിപ്പിക്കാം എനിക്ക്. എന്നിട്ട് പ്രസ് തുടങ്ങി. ആ പ്രസ് തുടങ്ങിയപ്പോൾ ലിത്തോ പ്രസ് എന്ന് പറഞ്ഞാൽ അന്ന് വളരെ മോശം ടെക്നോളജിയാണ്, താണ ടെക്നോളജിയാണ്. അതിലടിച്ച ചിത്രങ്ങളൊന്നും വലിയ മനോഹാരിത ഉള്ളതും ആയിരുന്നില്ല. അതിനെ വെച്ചിട്ട് രവിവർമ്മ ചിത്രങ്ങളെ വിലയിരുത്തുന്നവരിപ്പോൾ ഉണ്ട്, ചിത്രങ്ങൾ മോശമാണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇന്നത്തെ ടെക്നോളജി ഇല്ല അന്ന്. എന്നിട്ടും അദ്ദേഹം ഈ സ്വന്തം ലിത്തോ പ്രസ് സ്ഥാപിച്ച് അതിന് ഒരുപാട് നഷ്ടവും വിഷമങ്ങളും സഹിച്ച് താൻ വരച്ച ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മൺചുമരുകളിൽ ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ എത്തിയത് എന്ന് നമ്മൾ വാസ്തവത്തിൽ ഭക്തിപൂർവ്വം സ്മരിക്കണം. ആ രീതിയിൽ ഞാനത് അവിടെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടായത്. അപ്പോൾ രവിവർമ്മേനെ ശരിക്കും എപ്പോഴും ആരാധിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ, ഞങ്ങളും അതുപോലെ തന്നെയാണ്.